പുതിയ ബാർക്ക് റേറ്റിംഗ് വിവരങ്ങൾ പുറത്തു വരുമ്പോൾ റിപ്പോർട്ടർ ടിവിക്ക് റേറ്റിംഗിൽ എന്തെങ്കിലും ഇടിവ് സംഭവിച്ചാൽ ഉറപ്പായും പറയാൻ കഴിയും അതിനുത്തരവാദി റിപ്പോർട്ടർ ടിവിയിലെ മാധ്യമപ്രവർത്തക സ്മൃതി പരുത്തിക്കാട് ആയിരിക്കും എന്ന്. സ്മൃതി പരുത്തിക്കാട് മികച്ച ഒരു മാധ്യമപ്രവർത്തകയാണ്. നിരവധി പ്രമുഖ മാധ്യമങ്ങളിൽ ജോലി ചെയ്തിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് അവർ. വിഷയങ്ങൾ നന്നായി അവതരിപ്പിക്കാനും അതിനനുസരിച്ച് വാദങ്ങൾ നിരത്താനും അവർക്ക് കഴിവുണ്ട്. പക്ഷേ ആ കഴിവുകളെല്ലാം അവർ ഉപയോഗിക്കുന്നത് രാഷ്ട്രീയപരമായി ഒരു വിഭാഗത്തിന് മാത്രമാണെന്ന് ഒരു ആരോപണമുണ്ട്. ഈ ആരോപണത്തെ ശരിവയ്ക്കുന്ന നിരവധി സംഭവങ്ങൾ ഈ കഴിഞ്ഞ കാലയളവുകളിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം കാര്യങ്ങൾ കുറെ കൂടി അങ്ങ് മൂത്തു. റിപ്പോർട്ടർ ചാനലിൽ ചർച്ചയ്ക്ക് വന്നിരുന്ന CPM പ്രതിനിധിയെ സംസാരിക്കാൻ പോലും സമ്മതിക്കാതെ ചോദ്യങ്ങൾ ചോദിച്ചു ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയും എന്നാൽ മറ്റ് പ്രതിനിധികളോട് അനുഭാവപൂർവ്വം പെരുമാറുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് സ്മൃതി പരുത്തിക്കാടിൽ നിന്നും കാണാൻ സാധിച്ചത്. CPM പ്രതിനിധിയായി എത്തിയ വസീഫ് അതിനെതിരെ കൃത്യമായി പ്രതികരിക്കുകയും ചെയ്തിരുന്നു. പ്രതികരണം സ്മൃതിയെ കോപപ്പെടുത്തി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. CPM പ്രതിനിധികളോട് മാത്രം എന്തിനാണ് ഇത്ര അസ്വസ്ഥത എന്ന് ചോദിച്ചാൽ അതിന് സ്മൃതിക്ക് ഉത്തരമില്ലെങ്കിലും കേരളത്തിലെ മാധ്യമ ചരിത്രം അറിയാവുന്നവർക്ക് ഉത്തരം മനസ്സിലാകും. ഒരു മനസുഖം അതായിരിക്കും ഇത്തരത്തിലുള്ള പെരുമാറ്റത്തിലൂടെ സ്മൃതിക്ക് ലഭിക്കുന്നത് എന്ന് കരുതിയാൽ അതല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അതിനു പിന്നിൽ വ്യക്തമായ ചില കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് തന്നെ. കോൺഗ്രസ് തെരഞ്ഞെടുപ്പിലെങ്കിലും പത്തനംതിട്ടയിലോ കൊല്ലത്തോ ഒരു സീറ്റ് കൊടുത്ത് സ്മൃതിയെ ആരോഗ്യവകുപ്പ് മന്ത്രി ആക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത്രമേൽ കോൺഗ്രസിന് വേണ്ടി പണിയെടുക്കുന്നുണ്ട് സ്മൃതി. കുറഞ്ഞത് മാധ്യമ വകുപ്പ് എന്നൊരു പുതിയ വകുപ്പുണ്ടാക്കി ആ വകുപ്പിൻ്റെ മന്ത്രിയെങ്കിലും ആക്കണം. അങ്ങനെയാണെങ്കിൽ പുതുതലമുറയിലെ മാധ്യമപ്രവർത്തകർക്ക് ആ മന്ത്രിയെ കണ്ട് പഠിക്കാൻ ഒരുപാടുണ്ടാകും. കാരണം വീണ ജോർജ് എന്ന് മന്ത്രിയായോ അന്ന് തുടങ്ങിയ ആവലാതിയും വേവലാതിയുമാണ് സ്മൃതിക്ക് എന്നുള്ളത് ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാകും. അത് പിന്നീട് ഇടതു നേതാക്കന്മാരോട് അഹങ്കാരത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും രൂപത്തിൽ പുറത്തു വന്നു തുടങ്ങുകയായിരുന്നു. കാരണം വീണ ജോർജ് ഇടതുപക്ഷത്തു നിന്നുമാണല്ലോ പൊൻതിളക്കത്തോടെ മന്ത്രിയായത്. എന്തായാലും കഴിഞ്ഞ ദിവസത്തെ സംഭവത്തോടെ റിപ്പോർട്ടർ ചാനലിൽ സ്മൃതി പരുത്തിക്കാട് നയിക്കുന്ന ചർച്ചകൾക്ക് CPM പ്രതിനിധികൾ പോകേണ്ട എന്നാണ് ഭൂരിപക്ഷ അഭിപ്രായം ഉയർന്നിട്ടുള്ളത്. CPM നേതാക്കൾക്കിടയിൽ മാത്രമല്ല സമൂഹ മാധ്യമങ്ങളിൽ CPM അണികൾക്കിടയിലും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ സ്മൃതി പരുത്തിക്കാട് നയിക്കുന്ന ചർച്ചകൾക്കെതിരെ ഉയർന്നിട്ടുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ ഇന്നു തന്നെ തീരുമാനമുണ്ടാകുമെന്നാണ് സൂചനകൾ. സ്മൃതി പരുത്തിക്കാട് നയിക്കുന്ന ചർച്ചകളിൽ തുടർന്ന് പങ്കെടുക്കുന്ന കാര്യത്തിൽ CPM വിമുഖത പ്രകടിപ്പിച്ചാൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന ബാർക്ക് റേറ്റിംഗ് വിഷയത്തിൽ റിപ്പോർട്ടർ ടിവിക്ക് അതൊരു തിരിച്ചടിയാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നിങ്ങൾ കാണേണ്ടത് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വർഗീയതയുമല്ല വികസനവും ക്ഷേമവും പറഞ്ഞ ജനങ്ങളെ സമീപിക്കുന്നത്. നിങ്ങൾക്ക് പോറ്റിയെ കയറ്റിയതും നിങ്ങൾക്ക് ഈ നാട്ടിൽ മറ്റു പലതും പറഞ്ഞ് ധ്രുവീകരണം ഉണ്ടാക്കാൻ SDPIയും ജമാഅത്തെ ഇസ്ലാമിയും എഴുതി തരുന്ന വാചകങ്ങൾ അതുപോലെ ഉരുവിട്ട് അതുപോലെ തന്നെ CPM വിരുദ്ധരുടെ എല്ലാം കൂടാരങ്ങളിൽ കിടന്നുറങ്ങിയാലേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. ഞങ്ങൾ ഈ നാടിനോട് പറയുന്നത് 10 വർഷം മുമ്പുള്ള ഉമ്മൻചാണ്ടിയുടെ ഭരണവും ഈ കഴിഞ്ഞ 10 വർഷ കാലയളവിൽ കേരളത്തിൽ ഇടതുപക്ഷം നടത്തിയ ഭരണവും താരതമ്യം ചെയ്യണമെന്ന 4,71,412 പേർക്ക് നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ കിടപ്പാടത്തെക്കുറിച്ചും കുടിലുകളെ കുറിച്ചുമൊക്കെ ആ സാധാരണ മനുഷ്യർക്ക് 4,71,412 മനുഷ്യർക്ക് വീടുണ്ടാക്കി കൊടുത്ത ഒരു ഭരണ സംവിധാനത്തിന്റെ നേതാവാണ് കേരളത്തിന്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ. നിങ്ങളുടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയോട് അന്ന് കോടിയേരി ബാലകൃഷ്ണൻ ചോദിച്ചിരുന്നു അന്ന് 2016 ഫെബ്രുവരി മാസം എത്ര വീടുണ്ടാക്കി കൊടുത്തു എന്ന്. അന്ന് നിങ്ങളുടെ നേതാവ് കൊടുത്ത കണക്ക് 4,182. നിങ്ങൾക്ക് വീടുണ്ടാക്കാനോ റോഡുണ്ടാക്കാനോ സ്കൂൾ ഉണ്ടാക്കാനോ പാഠപുസ്തകങ്ങൾ കൊടുക്കാനോ പരീക്ഷകൾ നടത്താനോ ഒന്നും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പോറ്റിയെ കയറ്റിയ എന്നുള്ള സംഭവം പാട്ടിന്റെ രൂപത്തിൽ വന്നതാണോ പ്രശ്നമായത്, അതോ പോറ്റിയെ കയറ്റിയതാണോ പ്രശ്നമായത്? ഈ പോറ്റിയെ കയറ്റിയത് ആരാ? ഈ പോറ്റി കയറിയത് എവിടെയാ? കട്ടവനെന്നും അതുപോലെ തന്നെ കട്ട മുതൽ വാങ്ങിയവനെന്നും പറയുന്ന ആളുകൾ കയറിയത് എവിടേക്കാ? ഇന്ത്യയുടെ തലസ്ഥാനത്ത് ഇവരുടെ എല്ലാം നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളുടെ വീട്ടിലേക്ക് കയറി എന്ന് മാത്രമല്ല കയ്യിൽ കെട്ടിക്കൊടുക്കുക. ഈ കട്ട മുതലിന്റെ ഭാഗമാണോ കെട്ടിക്കൊടുത്തത്? പറയണ്ടേ? ആരാ പറയുന്നത്? നിങ്ങൾ കണ്ടോ ഈ കേരളത്തിലെ ഏത് മോഷണം നടന്നാലും ഏത് കൊള്ള സംഘം ഉണ്ടായാലും ആ സംഘത്തെ എല്ലാം നിങ്ങൾക്ക് എന്താ പ്രശ്നം? യഥാർത്ഥത്തിൽ നിങ്ങളെ പ്രശ്നം എന്താ? നിങ്ങൾ എന്തെങ്കിലും കരാറുണ്ടാക്കിയിട്ടുണ്ടോ ഈ VD സതീശനുമായിട്ട്? എന്തെങ്കിലും ഉണ്ടാക്കി ചർച്ചയിലും മര്യാദക്ക് ചർച്ചയ്ക്ക് വന്നിരിക്കാൻ നോക്കിയാൽ തോന്നിയാസം വിളിച്ചു പറയാ ആ ചർച്ച അലമ്പാക്കുക എന്ന് കരാറാക്കി എടുത്തു വരിക. നിങ്ങൾക്കെന്താ വായിൽ തോന്നിയത് വിളിച്ചു പറയാം. ഞാൻ ചർച്ച ചെയ്യുമ്പോൾ മാത്രം എന്താ നിങ്ങൾക്ക് അസ്വസ്ഥത? നിങ്ങൾ എന്തിനാ അസ്വസ്ഥത? എന്താ അസ്വസ്ഥത? ഞാൻ പറയുമ്പോൾ മാത്രം നിങ്ങൾക്ക് അസ്വസ്ഥത? ചോദ്യം ചോദിച്ചാൽ മറുപടി പറയാനുള്ള അവസരം തരണം.
ചോദ്യം ചോദിച്ചാൽ മറുപടി പറയാനുള്ള അവസരം തരണം. വീണ്ടും ചോദ്യമായിട്ട് വരലല്ല. ഒരു ഭാഗത്ത് രാജു പി നായരുണ്ട്, ചെക്കുട്ടി സാറുണ്ട്. ഇവിടെ ഈ ചർച്ചയിൽ ഈ പ്രേക്ഷകർ കേൾക്കണം, ഈ പ്രേക്ഷകർ കേൾക്കണം. ഞാൻ സ്വർണ്ണക്കൊള്ള എന്ന് പറഞ്ഞ വർഗീയത പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞോ സ്മൃതി, അത് പറഞ്ഞിട്ട് പോയാൽ മതി. സ്മൃതി തോന്നിവാസം പറയരുത്, തോന്നിവാസം പറയരുത്. നിങ്ങൾ ഏത് ചർച്ചയില്ല മര്യാദക്ക് ചർച്ചയില്ല. നിങ്ങൾ ആരെയാ മര്യാദക്ക് സംസാരിക്കാൻ സമ്മതിക്കുക? ഇത്ര അഹങ്കാരം പാടില്ല, ഇത്ര അഹങ്കാരം പാടില്ല, ഇങ്ങനെ അഹങ്കാരത്തോടുകൂടി ഇടപെടാൻ പാടില്ല. സ്വർണ്ണക്കൊള്ളയിൽ എന്തുകൊണ്ട് എനിക്ക് സമയം തരണം, ഈ സമയം തരണം. നിങ്ങൾ ഒരു ഭാഗത്ത് രാജു പി നായർ, ഒരു ഭാഗത്ത് ചെക്കുട്ടി, എല്ലാവരും കൂടി ഒരുങ്ങിയിരുന്നിട്ട് എനിക്ക് സമയം തരുന്നില്ല. എന്നെ തന്നെ പറയാ, എവിടുന്നാ നിങ്ങൾ ചർച്ചക്ക് പങ്കെടുക്കാൻ പഠിച്ചത്? അല്ലെ, ഒരു ഭാഗത്ത് രാജു പി നായർ, എന്നെ കേൾക്കുന്നവർ മനസ്സിലാക്കണം. രാജു പി നായർ പറയുമ്പോ സംഗീതം പോലെ നിങ്ങൾ എല്ലാ കാലത്തും ഇതന്നെ പറയാ. ഇവിടെ ബിജെപിക്ക് പച്ചക്ക് വോട്ട് കൊടുത്തു, ബിജെപിയുമായി കൈപ്പത്തി ചേർന്നു മറ്റത്തൂരിൽ. ആ ചർച്ചയിലും നിങ്ങളോടൊപ്പം ഇരുന്നവനാ ഞാൻ. അന്ന് ഞാൻ കണ്ടതാ നിങ്ങളുടെ ആവേശവും നിങ്ങളുടെ ആവേശക്കേടും. അതുകൊണ്ട് അധികം ഇങ്ങോട്ട് പറയല്ലേ, നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്ക്. നല്ല ഭാഷയിൽ സംസാരിക്കാൻ ശ്രമിക്കൂ, ഒന്ന് പഠിക്കൂ, നന്നായി. എന്റെ വാക്കുകൾക്ക് എനിക്ക് ബോധ്യമുണ്ട്. നിങ്ങളെ വാക്കുകൾ നിങ്ങൾ നോക്കിയാൽ മതി. നിങ്ങളുടെ മുമ്പിലൊന്നും അങ്ങനെ നിങ്ങളുടെ മുമ്പിലൊന്നും നിങ്ങൾ പറയുന്നത് പോലെ സംസാരിക്കാനൊന്നും സൗകര്യമില്ല. ധൈര്യമുണ്ടെങ്കിൽ 2 മിനിറ്റ്. നിങ്ങളും രാജു പി നായരും ചെക്കുട്ടിയും ഒക്കെ ഇരുന്ന് ഇവിടെ ഇപ്പുറത്ത് നിങ്ങൾ എല്ലാവരും ഒരേ ലൈനിൽ സംസാരിക്കുന്നു, ഞാൻ മാത്രം മറ്റൊരു ലൈനിൽ സംസാരിക്കുന്നു. ആ സാഹചര്യത്തിൽ നിങ്ങളും ഒരു ഭാഗത്ത് രാജു പി നായരും നിങ്ങളും ഈ പറയുന്ന ചെക്കുട്ടി സാറും ഒക്കെ ഒരുമിച്ചിരിക്കുന്നു. മറ്റൊരു തലത്തിൽ മറ്റൊരു രീതിയിൽ സംസാരിക്കുന്ന ആൾ ഞാൻ മാത്രം. ആ സമയത്ത് ഞാൻ സംസാരിക്കുന്ന സമയത്ത് എന്നെ സംസാരിക്കാതിരിക്കാൻ, എന്റെ സംസാരം പൂർത്തീകരിക്കാതിരിക്കാൻ ബോധപൂർവമായി ഇടപെടുക. എന്നിട്ട് ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ മറ്റൊരു കാര്യത്തെക്കുറിച്ച് ചോദിക്കുക, എന്നിട്ട് പ്രകോപനം ഉണ്ടാക്കുക, എന്നിട്ട് ഈ ചർച്ചയിലാകെ വലിയ അലമ്പുണ്ടാക്കുക. ഇതെല്ലാ സമയത്തും നിങ്ങൾ എടുക്കുന്ന ഒരു രീതി തന്നെയാണ്. ആ സാഹചര്യത്തിലാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ കേരളത്തിലെ പ്രതിപക്ഷത്തോട് ബോധപൂർവമായി എന്തോ ഒരു അടുപ്പം കാണിക്കുന്നുണ്ട്. ആ അടുപ്പത്തിന്റെ അല്ലെങ്കിൽ നിങ്ങൾക്ക് മുൻകാലത്തുണ്ടായ എന്തോ ഒരു പ്രയാസത്തിന്റെയോ എന്തെങ്കിലും പ്രതിസന്ധിയുടെയോ കാര്യം കൊണ്ടാണ് നിങ്ങൾ ഇടതുപക്ഷ പാനലിസ്റ്റുകളോട് ഇങ്ങനെ അസ്വസ്ഥതയും അസഹിഷ്ണുതയും കാണിച്ചുകൊണ്ട് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഞങ്ങൾ ഇവിടെ പറയാൻ ശ്രമിച്ചത് എന്താ? അങ്ങേക്ക് മുഖ്യമന്ത്രി പത്മകുമാറിന്റെ കാര്യത്തിൽ മറുപടി പറയാത്തതിന് ഉത്തരമില്ലെങ്കിൽ നമുക്ക് ചോദ്യവും നിങ്ങളുടെ ടി വി പ്രസാദ്, നിങ്ങൾ ഇത് തന്നെയാ. ഒരു മറുപടിയും പറയാൻ ഒരു മടിയുമില്ല. ഏത് മറുപടിയാണ് വേണ്ടത്? പ്രസാദിനോട് മറുപടി പറഞ്ഞു. ഏത് മറുപടിയാണ് നിങ്ങൾക്ക് വേണ്ടത്? അല്ല, ഇതുപോലെ തന്നെ കലബല എന്നുകൊണ്ടല്ല ഒരു ചർച്ചയിലും പത്രസമ്മേളനത്തിലും സംസാരിക്കുക. 1977 തെരഞ്ഞെടുപ്പ് ഇദ്ദേഹം ജയിക്കുന്ന RSSന്റെ പിന്തുണയോടുകൂടിയല്ലേ ഈ കേരളത്തിൽ RSSന് അല്ലെങ്കിൽ BJPക്ക് അസ്തിത്വം ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ അദ്വാനിയും വാജ്പേയിയും ഉൾപ്പെടെ ഇവിടെ കൊണ്ടുവന്നത് ഈ CPM തന്നെയല്ലേ? ഇവിടെ ഇപ്പൊ രാജു പി നായരും കേരളത്തിലെ കോൺഗ്രസും അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗാണ് പ്രധാനം, ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും. അവർ കഴിഞ്ഞ ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലയളവിൽ അവരെടുത്തൊരു തന്ത്രം അല്ലെങ്കിൽ അവരുടെ ഒരു തെരഞ്ഞെടുപ്പ് അജണ്ട എന്തായിരുന്നു? നിങ്ങളെടുത്ത് പരിശോധിച്ചോ? അവരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ CPMന്റെ ഓരോ നേതാക്കളെയും സംഘിയാക്കണം എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം. നിങ്ങൾ ഓരോന്നെടുത്തോ. വിജയരാഘവൻ സഖാവിനെ അവർ പരിശ്രമിച്ചില്ലേ? എത്രത്തോളം അവരുടെ ഹാൻഡിലുകളിൽ നിന്ന് തുടർച്ചയായി വിജയരാഘവൻ സഖാവ് സംഘിയാണ് എന്ന് അങ്ങ് ആഞ്ഞ് പറയാൻ ഉറപ്പിക്കാൻ വേണ്ടി അവർ എത്രയെത്ര മാർഗങ്ങൾ ഉപയോഗിച്ചു. സഖാവ് M സ്വരാജിനെ പോലും പുതിയ കാലഘട്ടത്തിലെ ചെറുപ്പക്കാർക്ക് പ്രത്യേകിച്ച് ഏറ്റവും രൂക്ഷമായ ഭാഷയിൽ സംഘപരിവാരത്തിനെതിരെ നിരന്തരമായി സംസാരിക്കുന്ന ആളുകളാണ് വിജയരാഘവൻ സഖാവും സ്വരാജുമൊക്കെ. പോട്ടെ, ഇപ്പം അടുത്ത് നോക്കൂ നിങ്ങൾ, ഇന്ത്യയിലെ CPMന് വേണ്ടി ഇന്ത്യയിലെ മതനിരപേക്ഷവാദികൾക്ക് പ്രതീക്ഷ നൽകുന്ന തരത്തിൽ രാജ്യത്തിന്റെ പാർലമെന്റിനകത്ത് സംഘപരിവാരത്തിനെ, RSSനെ, അമിത്ഷായെ ഇന്ന് പോലും ഏറ്റവും രൂക്ഷമായി വിമർശിക്കുന്ന സഖാവ് ജോൺ ബ്രിട്ടാസിനെ ഉൾപ്പെടെ, അതായത് ഈ സ്വരാജ് ആയാലും ജോൺ ബ്രിട്ടാസ് ആയാലും വിജയരാഘവനായാലും കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക്, എല്ലാ മതസ്ഥർക്കും, മതനിരപേക്ഷ വിശ്വാസികൾക്കൊക്കെ വലിയ ആവേശവും പ്രതീക്ഷയുമുള്ള നേതാക്കന്മാരാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാമായിരുന്നു. അങ്ങനെയുള്ള നേതാക്കന്മാരെ ബോധപൂർവമായി സംഘിപ്പട്ടം ചാർത്തിക്കൊടുക്കാൻ മുന്നിൽ നിൽക്കുന്നത് ആരായിരുന്നു? അത് ജമാഅത്തെ ഇസ്ലാമിയെ രൂക്ഷമായി വിമർശിക്കുന്ന വേളയിൽ അന്ന് തുടങ്ങി ഇങ്ങോട്ട് ഏറ്റവും ബോധപൂർവമായി അതിങ്ങനെ എണ്ണി വെച്ചുകൊണ്ടിരിക്കുക. ചാപ്പകുത്തുക,
കേരളത്തിലെ CPM നേതാക്കന്മാർക്ക് മുകളിൽ. നമ്മളത് കണ്ടുകൊണ്ടിരുന്നതാ. എന്തിന് KPA മജീദ് സാക്ഷാൽ ജോൺ ബ്രിട്ടാസിനെ വിളിച്ചത് മുന്ന എന്നുള്ളതാണ്. അതെന്തുകൊണ്ടാണ് വിളിക്കാൻ കാരണം? സുരേഷ് ഗോപി ആരാ? തൃശ്ശൂരിൽ ഈ പറയുന്ന രാജു പി നായരുടെ കോൺഗ്രസ് ബോധപൂർവമായി കെ മുരളീധരനെ വടകരയിൽ നിന്ന് തൃശ്ശൂരിൽ കൊണ്ടുവന്ന് TN പ്രതാപനെ മാറ്റി അവിടെ ആരെ മത്സരിപ്പിക്കുകയാണ്? ഈ മുരളിയെ മത്സരിപ്പിച്ച് 1 ലക്ഷത്തോളം വോട്ട് BJPക്ക് കൊടുത്ത് BJPക്ക് ലോകസഭയിൽ അക്കൗണ്ട് ഉണ്ടാക്കി കൊടുത്ത സാഹചര്യം. അവിടെ വിജയിച്ച സുരേഷ് ഗോപി ഭീകരമായി ഏറ്റവും വൃത്തികെട്ട രീതിയിൽ ഇവിടെ ധ്രുവീകരണം ഉണ്ടാക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സുരേഷ് ഗോപിക്കെതിരെ ഉപയോഗിച്ച മുന്ന പദപ്രയോഗം, ആ മുന്ന പദപ്രയോഗം എടുത്ത് KPA മജീദ് എന്ന് പറയുന്ന മുൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ഇപ്പോൾ MLAയും ഒക്കെ ആയിരിക്കുന്ന മുതിർന്ന നേതാവ് ഫേസ്ബുക്കിൽ ആർക്ക് ചാർത്തി കൊടുക്കുക? ജോൺ ബ്രിട്ടാസിന് ചാർത്തി കൊടുക്കുക. ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഉണ്ടായതാണ് എന്ന് നമുക്ക് കരുതാൻ പറ്റുമോ? സ്വരാജിനെ കുറിച്ച് പറഞ്ഞത് മറന്നുപോയോ നിങ്ങൾ? ഈ വിജയരാഘവൻ സഖാവിനെ കുറിച്ച് മറന്നുപോയോ നിങ്ങൾ? ഇവരൊക്കെ പറയുന്നത് പോലെ ഈ കേരളത്തിൽ പ്രവർത്തിക്കാൻ പറ്റുമോ? ഇവരെന്തുകൊണ്ട് മലപ്പുറം ജില്ല വിഭജിച്ചാൽ അത് കുട്ടി പാകിസ്ഥാനാകും എന്ന് പറഞ്ഞ കോൺഗ്രസിനെ കുറിച്ച് പറയുന്നില്ല? മലപ്പുറം ജില്ലാ വിഭജന കാലഘട്ടത്തിൽ ഏറ്റവും രൂക്ഷമായി ഈ പറയുന്ന കോൺഗ്രസ് ആയിരുന്നില്ലേ പ്രതികരിച്ചിരുന്നത് മുസ്ലിം ലീഗിനെതിരെയും ഈ മലപ്പുറം ജില്ലക്കെതിരെയും? ജില്ലാ രൂപീകരണത്തിനെതിരെ എത്ര മോശമായ രീതിയിലാണ് അവർ പ്രതികരിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് ഇപ്പോ ഇവര്, അതും ഈ മുസ്ലിം ലീഗ്, നോക്കണം നിങ്ങൾ, NIA ഭേദഗതി നിയമം ഇവിടെ പാർലമെന്റിൽ അവതരിപ്പിക്കുമ്പോൾ ബിരിയാണി തിന്നാൻ ഇവിടെ മലപ്പുറത്തേക്ക് ഓടി വന്ന് കല്യാണത്തിൽ പങ്കെടുത്ത മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരാണ് ജോൺ ബ്രിട്ടാസിനെതിരെ പറയുന്നത്. മുത്തലാഖ് ബില്ല് അവിടെ പാർലമെന്റിൽ അവതരിപ്പിക്കുമ്പോൾ ഇടതുപക്ഷം ഉൾപ്പെടെ വലിയ രീതിയിൽ പ്രതിഷേധവും പ്രക്ഷോഭവും നടത്തുന്ന സമയത്ത് കല്യാണത്തിനും ബിരിയാണി തിന്നാനും ഓടിപ്പോയ മുസ്ലിം ലീഗുകാര് ഈ കേരളത്തിലെ CPMന്റെ നേതാക്കന്മാരെ, മതനിരപേക്ഷതയ്ക്ക് വേണ്ടി അചഞ്ചലമായി നിലകൊള്ളുന്നവരെ സംഘിപ്പട്ടം ചാർത്തിക്കൊടുക്കാൻ മത്സരിക്കുക. അതിനാ മത്സരിക്കുന്നത്. അത് ജമാഅത്തെ ഇസ്ലാമിയുടെ അജണ്ടയാണ്, അവരുടെ സ്ക്രിപ്റ്റാണ്. ആ സ്ക്രിപ്റ്റ് ഏറ്റുപിടിച്ച മുസ്ലിം ലീഗും കേരളത്തിലെ ചില പ്രത്യേക താല്പര്യക്കാരും ഒക്കെ ഒന്നിച്ചണിനിരക്കുക. അതിന് കോൺഗ്രസ് നിന്നൊടുക്കുക. ജമാഅത്തെ ഇസ്ലാമിക്ക് പോലും ക്ലീൻ ചിറ്റ് കൊടുക്കുന്ന തരത്തിലേക്ക് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് മാറി. ജമാഅത്തെ ഇസ്ലാമിക്ക് പോലും അങ്ങനെ ഒരു അഭിപ്രായമില്ല. ഞങ്ങൾ മതരാഷ്ട്രവാദത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാണ് എന്ന് തന്നെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം ലീഗിന് പോലും അത് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. കാരണം മുസ്ലിം സമുദായത്തിനകത്ത് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നിട്ടും VD സതീശൻ ഇടപെടുക. ഇങ്ങനെ ബോധപൂർവമായി ഈ രാഷ്ട്രീയ പരിസരത്തിൽ വർഗീയമായ ചെരിതിരിവുണ്ടാക്കാൻ ആരാണ് പരിശ്രമിക്കുന്നത്? കേരളത്തിലെ വലതുപക്ഷമാണ്. അതിന്റെ ബുദ്ധി കേന്ദ്രം ജമാഅത്തെ ഇസ്ലാമിയാണ്. ശരി വസീഫ്, ഈ തോറ്റവാദങ്ങൾ പിന്നെയും നിങ്ങൾ ഉന്നയിക്കുന്നത് എന്തിനാണ്? കാരണം നിങ്ങൾ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളടക്കം ആവർത്തിച്ച് പറഞ്ഞ കാര്യമാണ് ഈ ജമാഅത്തെ ഇസ്ലാമി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ്, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ആയുധമാക്കി. അതിനി വിലപ്പോകുന്നില്ല എന്ന് കാണുമ്പോൾ പുതിയ തന്ത്രങ്ങൾ എടുക്കണ്ടേ? നിങ്ങൾക്ക് തന്ത്രങ്ങൾക്ക് കുറവുണ്ടോ? അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം എനിക്ക് അങ്ങയോട് ചോദിക്കാനുള്ളത്, വിജയരാഘവനെതിരെ എന്തുകൊണ്ടാണ് ലീഗ് പ്രതികരിച്ചത്? ലീഗും കോൺഗ്രസും പ്രതികരിച്ചല്ലോ. വിജയരാഘവൻ എന്തു പറഞ്ഞിട്ടായിരുന്നു? അങ്ങേക്ക് ഓർമ്മയുണ്ടോ? വിജയരാഘവൻ 1, 2 ഒന്നും അല്ല, വർഗീയ പരാമർശം ഇഷ്ടം പോലെയുണ്ട്. അങ്ങേക്ക് ഓർമ്മയുണ്ടോ എന്താണ് കാര്യമെന്ന്? അല്ല സ്മൃതി, ഈ സ്മൃതി പറയുന്നത് പോലെ തന്ത്രങ്ങൾ സ്വീകരിക്കണം എന്നാണോ സ്മൃതി? ഞാനൊന്നും പറയാൻ ആളല്ലേ, ഞങ്ങളുടെ തന്ത്രങ്ങളെങ്കിലും സ്വീകരിക്കാനുള്ള ഒരു അധികാരം അത് ചോദ്യമല്ല കേട്ടോ, അത് ചോദ്യമല്ല. ഞങ്ങളെ കാര്യം ഞങ്ങൾക്ക് വിട്. ഞങ്ങൾ ഈ കേരളത്തിൽ ആദ്യമായി തോൽക്കുകയോ ആദ്യമായി ജയിക്കുകയോ ചെയ്ത പാർട്ടിയല്ല. ഞങ്ങൾ കുറച്ചു കാലമായിട്ട് ഇവിടെ ഉണ്ട്. ഏതൊക്കെ കാലം ഞങ്ങളെ സംഘിപ്പട്ടം ചാർത്താൻ വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾ വിജയരാഘവൻ സഖാവിന്റെ ഒരു പ്രസംഗം നിങ്ങൾ പറയുന്നിടത്ത് ഞാനും വരാം, നിങ്ങളും വാ. ഇതൊക്കെ കേസ് വരെ പോയതാണ്, വരെ പരാതി കൊടുത്തതാണ്. നിങ്ങൾ പറയുന്നത് വയനാട് പ്രിയങ്ക ഗാന്ധി ജയിച്ചത് വർഗീയ വോട്ട് നേടിയിട്ടാണ് എന്ന് പറഞ്ഞതിനെതിരെ പരാതി പോയതല്ലേ, കേസ് പോയതല്ലേ? അല്ലല്ലേ, ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഈ നമുക്ക് ഈ അടുത്ത കാലത്ത് അങ്ങ് വെള്ളാപ്പള്ളിയെ പറ്റി പറയുമ്പോൾ അങ്ങേക്ക് എന്താണ് ഇത്ര പൊള്ളൽ വസീഫ്? വെള്ളാപ്പള്ളിയെ കുറിച്ചല്ലേ ചോദ്യം? CPM നേതാക്കളെ കുറിച്ച് ആയിരുന്നില്ലല്ലോ. അല്ലല്ല, എന്റെ ചോദ്യം അല്ലല്ല, നമ്മുടെ ചോദ്യം തന്നെ വെള്ളാപ്പള്ളിയോട് എന്നുള്ളതാണ്. വെള്ളാപ്പള്ളിയുടെ വർഗീയ നിലപാടിനെ ശക്തമായി തള്ളിക്കളയാൻ എന്തുകൊണ്ട് പറ്റുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അങ്ങ് കോൺഗ്രസിനെതിരെയാണ് ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടിക്കെട്ടുമ്പോ സ്മൃതിക്കെതിരെ അസ്വസ്ഥത. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം SNDPയുടെ നേതാവാണ് വെള്ളാപ്പള്ളി.
വെള്ളാപ്പള്ളിയുടെ ഭാഗത്തുനിന്ന് ഒന്നോ രണ്ടോ ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റുകൾ വന്നാൽ ആ സ്റ്റേറ്റ്മെന്റുകൾ മാത്രം മുൻനിർത്തി അദ്ദേഹത്തെ വിലയിരുത്താൻ ഞങ്ങൾ തയ്യാറല്ല. വളരെ നന്നായി. എന്നാൽ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്ന സ്റ്റേറ്റ്മെന്റുകളെ ഞാൻ പറഞ്ഞോട്ടെ, സ്റ്റേറ്റ്മെന്റുകളെ തെറ്റായ സ്റ്റേറ്റ്മെന്റുകൾക്കെതിരെ പരാതി കൊടുക്കാൻ ഞങ്ങൾ തയ്യാറായിട്ടുണ്ട്. ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയ്ക്ക് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. അത് വെള്ളാപ്പള്ളി മാത്രമല്ല, ആര്യാടൻ മുഹമ്മദ് മലപ്പുറത്തെ അല്ല, ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾ എന്തായി ഇങ്ങോട്ട് പറഞ്ഞു, ഞാൻ പറയട്ടെ സ്മൃതി, വെള്ളാപ്പള്ളിക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. അത് അന്വേഷണവും കേസും ഒക്കെ അതിന്റെ വഴിക്ക് നടക്കട്ടെ. ഈ പരാതി എന്ന് പറയുന്നത് പിടിച്ചിട്ട് അങ്ങ് അകത്തിടാനുള്ള പരാതി ഒന്നും ആവില്ലല്ലോ. ഓരോ പരാതിക്കും അതിൻ്റെതായ എന്തുണ്ട്, തലങ്ങളുണ്ട്. അത് ആ രീതിയിൽ പരിശോധിക്കും. ആ പരാതി അന്വേഷണം നടക്കുന്നുണ്ട്, ഞങ്ങൾ അതിന് പരാതി കൊടുത്തിട്ടുമുണ്ട്. ഇനി അടുത്തത് പിന്നെ പറയാം. ഇവിടെ ആര്യാടൻ മുഹമ്മദ് മലപ്പുറത്തെ കുറിച്ച് മോശമായി പറഞ്ഞിട്ടില്ലേ? മലപ്പുറം ജില്ല ഉണ്ടാക്കുന്ന സമയത്ത് ഇത് കുട്ടി പാകിസ്ഥാൻ ആകുമെന്ന് ആര്യാടൻ പറഞ്ഞിട്ടില്ലേ? ആര്യാടൻ വർഗീയവാദി എന്നാണോ കോൺഗ്രസ് പറയാ? രാജു പി നായർ പറയോ? എത്ര തവണ മലപ്പുറത്തെ തങ്ങന്മാർക്കെതിരെ ആക്ഷേപകരമായ പരാമർശം നടത്തിയിട്ടുണ്ട് ആര്യാടൻ മുഹമ്മദ്? ഇല്ലേ? മലപ്പുറത്ത് എത്ര കോൺഗ്രസ്സുകാരുടെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്? ഈ കോൺഗ്രസ്സുകാരെ ഇതുപോലെ പറയാൻ ഇവർ തയ്യാറാവോ? തയ്യാറാവില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞു, വിജയരാഘവൻ സഖാവ് പ്രസംഗത്തിൽ പറഞ്ഞു വർഗീയവാദികളുടെ വോട്ട് വാങ്ങി. എന്തേ വോട്ട് വാങ്ങിയിട്ടില്ലേ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജമാഅത്തെ ഇസ്ലാമിയും SDP ഒക്കെ വർഗീയവാദികളാണ്. അവർ പരസ്യമായി ഈ പറയുന്ന കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ. പിന്നെ അത് പറയണ്ടേ? പറയാതിരിക്കാൻ പറ്റുമോ?